എല്ലാവർക്കും നമസ്കാരം. കേരള ചരിത്രം ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് വീരചരിത്രം രചിച്ച ധീരവനിതയാണ് ആറ്റുമണമ്മേൽ ഉണ്ണിയാർച്ച. ധീരതയ്ക്കും ആയോധന കലയിലെ മികവിനും അംഗം നേടിയതിലെ കഴിവുകൾക്കും പേരുകേട്ട സ്ത്രീത്വത്തിന് പകരം വയ്ക്കാനില്ലാത്തവൾ. എന്തുകൊണ്ടും അംഗപ്പോരാട്ടങ്ങളിൽ ഝാൻസി റാണിയെപ്പോലെ വിളങ്ങിയവൾ. അങ്ങനെയുള്ള തീയത്തറവാടായ പുത്തൂരം വീട്ടിൽ പിറന്ന കണ്ണപ്പച്ചേകവരുടെ മകൾ ഉണ്ണിയാർച്ചയുടെ വടക്കൻ പാട്ടുകളുടെ പകർന്നു ലഭിച്ച വീരചരിത്ര കഥകളാണ് ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. മധ്യകാലഘട്ടത്തിൽ കേരളം നാട്ടുരാജ്യങ്ങളായ കോഴിക്കോട്, കൊച്ചി, വേണാട്, കോലത്തുനാട് എന്നിങ്ങനെയുള്ള നാട്ടുരാജ്യങ്ങൾക്ക് കീഴിലായിരുന്നു ഭരണം നടത്തിയിരുന്നത്. അങ്ങനെയുള്ള നാട്ടുരാജ്യമായ കോലത്തുനാട്ടിലെ ഒരു പേരുകേട്ട സ്ഥലമായിരുന്നു കടത്തനാട്. കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിൽപ്പെട്ടതും കുറ്റ്യാടിപ്പുഴയുടെ വടക്ക് ഭാഗം മുതൽ മയ്യഴിപ്പുഴ വരെയും പടിഞ്ഞാറ് അറബിക്കടൽ മുതൽ കിഴക്ക് വയനാടൻ പ്രദേശങ്ങളുമടങ്ങിയ ഭൂപ്രദേശം. കോലത്തുനാടിൻ്റെ ഒരു ആശ്രിത രാജ്യമായിരുന്നു കടത്തനാട്. ഇന്നത്തെ നാദാപുരത്തിനും കുറ്റ്യാടിക്കും അടുത്തായുള്ള കുറ്റിപ്പുറം എന്ന സ്ഥലമായിരുന്നു കടത്തനാട് രാജാക്കന്മാരുടെ ആസ്ഥാനം. അങ്ങനെയുള്ള കടത്തനാട്ടിലെ പേരുകേട്ട തീയത്തറവാടായിരുന്നു പുത്തൂരം വീട്. ആ പുത്തൂരം വീട്ടിലെ പേരുകേട്ട കണ്ണപ്പച്ചേകവരുടെ 3 മക്കളിൽ ഏക മകൾ ഉണ്ണിയാർച്ച, ആരോമൽ ചേകവരുടെയും ഉണ്ണിക്കണ്ണൻ്റെയും ഏക സഹോദരി. അങ്ങനെയുള്ള ഉണ്ണിയാർച്ചയുടെ ജീവിതകാലം ജാതി വ്യവസ്ഥയും ഉച്ചനീചത്വങ്ങളും അതിൻ്റെ പാരമ്യതയിൽ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉന്നത കുലജാതർക്ക് മാത്രം പരിഗണന ലഭിച്ചിരുന്ന ഒരു കാലമായിരുന്നു അന്ന്. ജാതീയ പരിഗണനയിൽ പിന്നിലായതുകൊണ്ട് തന്നെ ഉണ്ണിയാർച്ചയുടെ ചരിത്രപരമായ വിവരങ്ങൾ ഒന്നും തന്നെ ശരിയായ രീതിയിൽ എവിടെയും രേഖപ്പെടുത്തിയിരുന്നതായി അറിവില്ല. എന്നിരുന്നാലും അന്നത്തെ ജനത പുത്തൂരം വീട്ടിലെ വീര ഇതിഹാസ കഥകൾ നെഞ്ചിലേറ്റിയിരുന്നതിന് തെളിവായിരുന്നു വടക്കൻ പാട്ടുകളിലൂടെ തലമുറകൾ കൈമാറിയ കഥകൾ. പാണന്മാരും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടവരും ഈണമാർന്ന വരികളിലൂടെ ചരിത്രകഥ പിൻതലമുറയിലേക്ക് പകർന്നു നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള വടക്കൻ പാട്ടുകളിലെ പുത്തൂരം തറവാടിനെക്കുറിച്ചുള്ള പുത്തൂരം പാട്ടുകളിലൂടെയാണ് ഉണ്ണിയാർച്ചയുടെ ധീരകഥകൾ പുതുതലമുറകളിലേക്ക് എത്തിച്ചേർന്നത്. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ മധ്യകാലഘട്ടത്തിൽ തച്ചോളി ഉദയനും 1 നൂറ്റാണ്ട് മുൻപായിരുന്നു പുത്തൂരം വീട്ടുകാർ ജീവിച്ചിരുന്നത്. സമ്പൽ സമൃദ്ധിയിൽ പേരുകേട്ട ഒരു തറവാടായിരുന്നു പുത്തൂരം വീട്. പൊൻവാണിഭ ചെട്ടികൾക്കും മേനോന്മാർക്കും പണം പലിശയ്ക്ക് നൽകിയിരുന്ന ഒരു കുടുംബം. യുദ്ധമുണ്ടായാൽ രാജാക്കന്മാർ പടയാളികളെ തേടിയെത്തിയിരുന്ന സ്ഥലമായിരുന്നു പുത്തൂരം വീട്. അങ്ങനെയുള്ള പുത്തൂരം വീട്ടിലെ കണ്ണപ്പച്ചേകവർ തൻ്റെ മകളായ ഉണ്ണിയാർച്ചയെയും മറ്റുള്ളവരെ പോലെ ചെറുപ്രായത്തിൽ തന്നെ ആയോധന കലയും കളരിവിദ്യയും എഴുത്തുമുറയും എല്ലാം തന്നെ നല്ല നിലയിൽ പഠിപ്പിച്ചു. അക്കാലത്ത് ആയോധന കലയിൽ പുത്തൂരം വീട്ടുകാരെ വെല്ലാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. 7-ാം വയസ്സിൽ തന്നെ ഉണ്ണിയാർച്ച ആയോധന പരിശീലനം ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആയോധന കലകളിലും കളരിവിദ്യയിലും സ്ത്രീ സൗന്ദര്യത്തിലും ഉണ്ണിയാർച്ച മറ്റുള്ളവരെക്കാൾ ഏറെ മുന്നിലായിരുന്നു. കരവാളിലും ഉറുമിയിലും ഉണ്ണിയാർച്ച തൻ്റെ വൈദഗ്ധ്യം തെളിയിച്ചിരുന്നു. കൂടാതെ 64 കളരികളിലെ അംഗം നേടുകയും ചെയ്തിരുന്നു. കഠിനമായ പരിശീലനത്തിലൂടെയായിരുന്നു ഉണ്ണിയാർച്ച തൻ്റെ കളരിയിലെ കഴിവ് തെളിയിച്ചതെന്ന് ചരിത്രകാരനായ ശ്രീധരമേനോൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കണ്ണപ്പച്ചേകവരുടെ സഹോദരീപുത്രനായ ഇളവന്നൂർ തറവാട്ടിൽപ്പെട്ട ചന്തുച്ചേകവരുടെ മാതാപിതാക്കൾ ചെറുപ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോയിരുന്നു. അതുകൊണ്ട് തന്നെ ചന്തുച്ചേകവർ നേരമ്മാവനായ കണ്ണപ്പച്ചേകവരുടെ മക്കളായ ആരോമൽ ചേകവർക്കും ഉണ്ണിയാർച്ചയ്ക്കും ഉണ്ണിക്കണ്ണനൊപ്പം പുത്തൂരം വീട്ടിലായിരുന്നു വളർന്നു വന്നതും കളരിവിദ്യകളെല്ലാം അഭ്യസിച്ചു വന്നതും. അതുകൊണ്ട് തന്നെ ചന്തുവിന് പുത്തൂരം വീട്ടിൽ സർവ്വവിധ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. എന്നു മാത്രമല്ല, ചന്തുവിൻ്റെ മുറപ്പെണ്ണായ ഉണ്ണിയാർച്ചയെ ചന്തുവിന് വിവാഹം കഴിച്ച് കൊടുക്കുമെന്നൊരു ധാരണയുമുണ്ടായിരുന്നു. എന്നാൽ മുറച്ചെറുക്കനായിരുന്ന ചന്തുവിനെ ഉണ്ണിയാർച്ചയ്ക്ക് വിവാഹം കഴിക്കുന്നതിന് തീരെ താല്പര്യവുമുണ്ടായിരുന്നില്ല.
അങ്ങനെയിരിക്കെ ഒരു ദിവസം ഉണ്ണിയാർച്ച തൻ്റെ വീടിനകത്ത് അറയിലിരിക്കുമ്പോൾ ചന്തു സമ്മതമില്ലാതെ മുറിക്കകത്തേക്ക് കയറി വന്നത് ഉണ്ണിയാർച്ചയ്ക്ക് ഇഷ്ടമായില്ല. ചന്തുവിനോട് ഉണ്ണിയാർച്ച പല പ്രാവശ്യമായി മുറിയിൽ നിന്ന് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും ചന്തു പുറത്തു പോയില്ല. തുടർന്ന് മുറിയിൽ നിന്ന് പുറത്തു പോകാൻ ശ്രമിച്ച ഉണ്ണിയാർച്ചയെ ചന്തു തടഞ്ഞു വയ്ക്കുകയും ചെയ്തു. ഇതിനിടയിലുണ്ടായ ബഹളം കേട്ട് ആരോമൽ ചേകവർ മുറിയിലേക്ക് ഓടി വന്നു. അപ്പോൾ മുറിയിൽ വെച്ച് ചന്തു ഉണ്ണിയാർച്ചയെ തടഞ്ഞു വെച്ച് മോശമായി പെരുമാറുന്നത് ആരോമലിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഉണ്ണിയാർച്ചയെ മുറച്ചെറുക്കനായ ചന്തുവിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ അനുവദിക്കുകയില്ലെന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു. ഉണ്ണിയാർച്ചയ്ക്ക് മറ്റൊരു വിവാഹാലോചന നടത്തുകയും ചെയ്തു. ആ വിവാഹവും വിവാഹാനന്തരമുണ്ടായ സംഭവബഹുലമായ കഥയും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ രണ്ടാം ഭാഗത്തിൽ മനസ്സിലാക്കാം.